2025 ഇറങ്ങാൻ പോകുന്ന മലയാള സിനിമകളിൽ ഞാൻ ഏറ്റവും അധികം എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന പടമാണ് എമ്പുരാൻ. ലൂസിഫർ കണ്ടു കഴിഞ്ഞ സമയം മുതലുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് ഹൂ ഈസ് ഖുറേഷി അബ്രാം എന്നറിയാനായിട്ട്. സോ അതിന്റെ ടീസർ ഇന്ന് റിലീസ് ആയിട്ടുണ്ട്, നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ലെറ്റ്സ് സീ വാട്ട് ദ മൂവി ഈസ് അബൌട്ട്. നോർത്തേൺ ഇറാഖ്. To the evil. എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് തോന്നി പി.കെ. രാംദാസ്. അന്ന് അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം ചോദിച്ചു ചെല്ലാൻ ഒരാളെ സ്റ്റീഫൻ. നൈസ് മ്യൂസിക്. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല. തിന്മയും തമ്മിലാണ്. He leads the most powerful mercenary hit group in Asia. ലോകത്ത് എല്ലായിടത്തും അവരുടെ പ്രസൻസും. Sir, we have the entire Kabuka cartel and the Quraysh Abram nexus in one place. This is our chance. Shall we move in? ആരാണ് ഈ സ്റ്റീഫൻ നെതർലൻഡ്? ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവൺ, ഇസ്ലാമിൽ ഇവൻ ഇബ്ലീസ്, ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു പേര് ലൂസിഫർ. He's coming back. He's coming back. അബ്രാം ഖുറേഷി. ഖുറേഷി അബ്രാം. I hear gunshots. We're moving in. അബ്രാം. This deal is with the devil. He's the devil. बस एक इशारा भाईजान, बस एक Oh, इंतजार रहेगा. खुदा हाफिज. see. അടിപൊളി. എന്താ ഇപ്പൊ കണ്ടത്? ഇറ്റ്സ് ഓസം. ശരിക്കും നമ്മൾ ഈ പാൻ ഇന്ത്യൻ, പാൻ വേൾഡ് എന്നുള്ള രീതിയിലൊന്നും ടാഗ് ലൈൻ ഇടാതെ, ഇഫ് യു ആർ സ്റ്റിക്കിംഗ് ടു ദ സ്റ്റോറി, ഇഫ് യു ആർ സ്റ്റിക്കിംഗ് സ്ട്രോങ് ടു ദ സ്റ്റോറി, എവിടെയും നമുക്ക് ഇന്റർനാഷണൽ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാം, എവിടെയും നമുക്ക് ഇന്റർനാഷണൽ മൂവീസ് ക്രിയേറ്റ് ചെയ്യാം. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ് ഒരു ഇന്റർനാഷണൽ ഔട്ട്ലുക്ക് ഉള്ള പടം, ഒരു ഹോളിവുഡ് ടച്ച് ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാൻ ഈസി ആയിട്ട് പറ്റുന്നൊരു പടം, അത് മലയാളത്തിൽ വന്നേക്ക്. ഓസം. ലൂസിഫറിന്റെ ഒരുപാട് ഡയലോഗുകളും ലൂസിഫറിന്റെ ഒരുപാട് എലമെന്റ്സും ഒക്കെയാണ് കൂടുതലും പറഞ്ഞിട്ടുള്ളത്. അധികം സ്പോയിൽ ചെയ്തിട്ടില്ല മൂവി എന്താണെന്നുള്ളത്, നമ്മളെ സ്പൂൺ ഫീഡ് ചെയ്യുന്നതിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിന്റെ ടെക്നിക്കൽ ക്വാളിറ്റി ആവട്ടെ, മ്യൂസിക് ആവട്ടെ, ദ സ്കെയിൽ ആൻഡ് സ്കേപ്പ് എല്ലാം നമ്മൾ ഇതുവരെ കണ്ട മലയാളം സിനിമയുടെ ഒരു സ്വഭാവമേ അല്ല. ഒരു ഭയങ്കര വലിയൊരു ക്യാൻവാസാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഐ തിങ്ക് ദിസ് ഈസ് സംതിങ് വിച്ച് വി ക്യാൻ ഷോ ടു ദ വേൾഡ്. നമുക്ക് ഇത്രയും വലിപ്പത്തിലുള്ള പടവും എടുക്കാൻ പറ്റും എന്ന് കോൺഫിഡൻസോടു കൂടി പറയാൻ പറ്റുന്ന ഒരു പടമായിട്ട് എനിക്ക് തോന്നുന്നത്. വാവ്. ആൻഡ് മോഹൻലാൽ, ദ മാൻ, ദ സ്റ്റാർ, ദ സൂപ്പർ സ്റ്റാർ. പുള്ളിയുടെ സ്റ്റാർ പവർ എന്താണെന്ന് ശരിക്കും നമ്മുടെ ബോക്സ് ഓഫീസ് അറിയാൻ പോകുന്ന, ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ എന്താണെന്ന് ശരിക്കും ആൾക്കാർ ഇപ്പം മറന്നു തുടങ്ങി ആൾക്കാർ. അപ്പം അത് മനസ്സിലാക്കാനുള്ള ഒരു സംബോധനയായിരിക്കും ഈ മൂവി എമ്പുരാൻ. സ്റ്റിൽ ഖുറേഷി അബ്രാം എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇസ് സോ ബിഗ്. എന്നാൽ പോലും നമുക്ക് പെർട്ടിക്കുലർലി സാധാരണഗതിയിൽ ഡോണാണ്, എന്തെങ്കിലുമൊക്കെ വലിയ 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 പേരുകളൊക്കെ പറഞ്ഞ് കോംപ്ലിക്കേറ്റ് ചെയ്യും. പക്ഷെ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഇതിന് ജസ്റ്റ് നമ്മളെ കാണിച്ചു തരിക വാട്ട് ഹീ ഈസ്. പിന്നെ എനിക്ക് ഈ ടീസർ കണ്ടപ്പോഴത്തേക്ക് തോന്നിയ ഒരു റാൻഡം തോട്ടാണ്, ഖുറേഷി അബ്രാം എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെ ഭയങ്കര വലുതാണ്, ഭയങ്കര പവർഫുൾ ആണ്. അപ്പോൾ
ഈ ക്യാരക്ടറിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വില്ലൻ ആരായിരിക്കും? പുള്ളിയേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ആൾ വന്നാലല്ലേ അതൊരു സ്ട്രോങ് വില്ലൻ ആവും. അപ്പോൾ അതിനി ഏതെങ്കിലും സ്റ്റാർ ആയിരിക്കുമോ? ചില ഫാൻ സ്പെക്കുലേഷൻസ് ഒക്കെ പറയുന്നത് പോലെ കൊറിയയിൽ നിന്ന് ഡോങ്ലി ആയിരിക്കുമോ എന്നൊക്കെ ഉള്ളത് വിദ്യുത് ജംവാലാണെന്നും കേട്ടിട്ടുണ്ട്. പക്ഷേ ഐ ഡോണ്ട് നോ, അത് കണ്ടു തന്നെ അറിയണം. പക്ഷേ അതൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ നീഡ്സ് എ പവർഫുൾ വില്ലൻ. അതാരായിരിക്കും? കണ്ടു തന്നെ അറിയാം. പിന്നെ പൃഥ്വിരാജ് സുകുമാരൻ ദി ഫിലിം മേക്കർ, ഞാൻ പറയും ഹീ ഡിസേർവ്സ് ടു ബി സെലിബ്രേറ്റഡ്. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ലോകേഷ് കനരാജിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ, കാർത്തിക് സുബരാജിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ തെലുഗുവിൽ രാജമൗലി സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലെ വി ഷുഡ് സെലിബ്രേറ്റ് പൃഥ്വിരാജ് സുകുമാരൻ ദി ഡയറക്ടർ. കാരണം മോർ ദാൻ ദ സ്റ്റാർ ഹീസ് എ വെരി ഗുഡ് ഡയറക്ടർ. ഹീസ് എ ഗ്രേറ്റ് ക്രാഫ്റ്റ്സ്മാൻ. അത് ലൂസിഫർ ആവട്ടെ, ബ്രോഡാഡി ആവട്ടെ, എമ്പുരാൻ ആവട്ടെ, ഈ 3 മൂവീസും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കമ്മാര സംഭവം ആവട്ടെ, ടിയാൻ ആവട്ടെ, തീർപ്പാവട്ടെ, ലൂസിഫർ ആവട്ടെ, ഇതിലൊക്കെ തന്നെ മുരളി ഗോപി ദ റൈറ്റർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വേൾഡ് ഉണ്ട്. ആ ഒരു വേൾഡ് എന്ന് പറയുന്നത് നമുക്ക് ആ കഥ കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് കൂടുതൽ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ ഹീ ക്വസ്റ്റ്യൻസ് മെനി തിങ്സ്. ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ഒരുപാട് ഇൻഫർമേഷൻ പറയുന്നുണ്ടാവും. നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ടാവും. അങ്ങനെ ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് മുരളി ഗോപി. കമ്മാര സംഭവം ഒന്നും ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആൾക്കാർ കമ്മാര സംഭവം ഡിസർവ് ചെയ്യുന്ന ഒരു റെക്കഗ്നിഷൻ കൊടുക്കുന്നില്ല. ആൻഡ് ഹീ ഷുഡ് ബി സെലിബ്രേറ്റഡ്. പിന്നെ ആന്റണി പെരുമ്പാവൂർ ദ പ്രൊഡ്യൂസർ, ഇത്രയും വലിയൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. പുള്ളി എടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ആൻഡ് ഇത്തരത്തിലുള്ളൊരു പടം ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പടം മൗണ്ട് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഒരു സെയിലബിൾ ആക്ടറാണ്. ആൻഡ് മോഹൻലാലിനേക്കാൾ സ്റ്റാർ പവറുള്ള ഒരു സൂപ്പർ സ്റ്റാർ മലയാളത്തിൽ വേറെ ഉണ്ടോയെന്ന് വെച്ചാൽ സംശയമാണ്. കാരണം പുള്ളിയുടെ ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ, അല്ലെങ്കിൽ ഒരു നോർമൽ മൂവി തന്നെ ആയിക്കോട്ടെ, ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ വരികയാണെങ്കിൽ പ്രത്യേകിച്ച് അത് തിയേറ്ററിൽ ഉണ്ടാക്കുന്ന ഓളം എന്താണെന്നുള്ളത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പോയവർക്ക് മാത്രം അറിയുന്നൊരു കാര്യമാണ്. ആൻഡ് ആന്റണി പെരുമ്പാവൂർ, മോഹൻലാൽ, മുരളി ഗോപി, പൃഥ്വിരാജ് സുകുമാരൻ, ദീപക് ദേവ്, സുജിത് വാസുദേവ്, അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് വരുന്ന ഒരു സംഭവം നമുക്ക് ക്രിയേറ്റ് ചെയ്തേക്കാണ്. ആൻഡ് ഇതിൻ്റെ ആ ഒരു ഫൈനൽ ഔട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സിനിമ, വാട്ട് ദിസ് സിനിമ ഈസ് എബൌട്ട് എന്നുള്ളത് ഈ ടീസറിൽ പോലും ചെറിയൊരു ഗ്ലിംസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ടീസർ. ഒന്നുകൂടെ കണ്ടു നോക്കട്ടെ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാണെങ്കിൽ നിങ്ങളും പോയി കാണും. കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ ഈ ടീസർ കണ്ടിട്ട് തോന്നുന്നു എന്നുള്ളതിൻ്റെ അഭിപ്രായം വന്ന് പറയും. ഞാൻ ഒന്നുകൂടെ പോയി കാണട്ടെ.